നമസ്കാരം, ഞാൻ മൃണാൽ. ഇത് കൊച്ചി മാരിയറ്റിലെ ഫസ്റ്റ് ഫ്ലോറിലുള്ള കാസവ എന്ന് പറയുന്ന റെസ്റ്റോറൻ്റാണ്. കാസവ എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പ. ഇപ്പം കപ്പയുടെ സ്വന്തം നാട്ടിൽ നിന്ന് വന്ന് പഴയ മട്ടിൽ പാചകം ശീലിച്ചിട്ടുള്ള ഷെഫ് സജി അലക്സാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഷെഫ്. എനിക്ക് കുറച്ച് കാലമായിട്ട് അറിയാം. ഞാൻ വളരെ നാളായിട്ട് മൂപ്പരുണ്ടാക്കുന്ന ഭക്ഷണം ബ്ലോഗ് ചെയ്യണം എന്ന് ആലോചിക്കുകയാണ്. പക്ഷെ ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത്. തീൻമുറ എന്ന് പറഞ്ഞ് പഴയ ക്രിസ്ത്യൻ പാരമ്പര്യ വിധിപ്രകാരമുള്ള ഒരു ഭക്ഷണ ശൈലിയുണ്ട്, കോഴ്സ് ബൈ കോഴ്സായിട്ട് സെർവ് ചെയ്യുന്നത്. അതാണ് മൂപ്പരിന്ന് സെർവ് ചെയ്യാൻ പോകുന്നത്. കുറേ സാധനങ്ങളുണ്ട് എന്നാണ് ചാത്തന്മാർ പറഞ്ഞത്. എന്താവും എന്നറിയില്ല. എന്തായാലും ഭക്ഷണമല്ലേ, നമുക്ക് കഴിക്കാം. കുടംപുളിയുടെ മണം. മത്തി. അതെ, ഇത് കുരുമുളകിൻ്റെയും പച്ചക്കാന്താരിയുടെയൊക്കെ ഒരു ഫ്ലേവറുള്ള. നല്ല ചൂടാവും. ഒരു മത്തിയല്ല, 2 മത്തി. ചൂടാവും. 2 ഡിഷിന് 2 സ്വഭാവം. ചെമ്മീന് മുളകിൻ്റെ ടേസ്റ്റ് ആണെങ്കിലും മത്തിക്ക് കുരുമുളകിൻ്റെയും കാന്താരിയുടെ ഒക്കെ ടേസ്റ്റാണ്. മീൻ കല്ലിൽ പൊരിച്ചതാണ്. അപ്പൊ ആദ്യത്തെ സാധനത്തിൽ കുടംപുളി, ചെമ്മീനിൽ. പിന്നത്തത് ടാമറിൻഡ്. ഇത് നാരങ്ങ. ഓച്ചാല് എല്ലാ സാധനവും വേറെ വേറെ ടേസ്റ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുന്നല്ലോ. ഒരേ സാധനം തന്നെ എല്ലാത്തിനകത്തും ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസമാണ്. ആദ്യത്തേല് മുളക് പൊടി, രണ്ടാമത്തേതില് പച്ചക്കുരുമുളക്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ കുറേ സീക്രട്ട് സാധനങ്ങളുണ്ട്. മുളക് പൊടിയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, പിന്നെ പെരിഞ്ജീരകപ്പൊടിയുണ്ട്, ഉപ്പുണ്ട്, പിന്നെ വേറെ കുറേ സാധനങ്ങളിവിടെ ഉണ്ട്. എല്ലാത്തിനും ചൂടാണ്. സീക്രട്ട് ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. കുരുമുളകുണ്ട്, മുളകുണ്ട്. പക്ഷെ ദർ ഈസ് എ സീക്രട്ട്. മീനിൻ്റെ ഫ്രഷ്നെസ് സഹിക്കൂല അതിൻ്റെ കൂടെ. ഇത് കരിമീൻ മപ്പാസിൻ്റെ അപ്പമായിരിക്കും അല്ലേ? അതെ, ഒരേ ഒരു അപ്പം മതി. വലിയ കരിമീനാണല്ലോ. മതി. അലിഞ്ഞു പോവുക. എരിവില്ല, എന്നാൽ നമുക്ക് സ്പൈസസ് ഫീൽ ചെയ്യുകയും ചെയ്യും. സ്പൈസസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എരിവ് മാത്രമല്ലല്ലോ. പലപ്പോഴും മീൻകറിയിൽ എരിവിൻ്റെ ഡോമിനേഷനായിരിക്കും, എരിവിൻ്റെയും പുളിയുടെയും. ഇതങ്ങനെയല്ല. ക്രീമി, ഹാപ്പി, ആർക്കും കഴിക്കാവുന്ന, ഏത് ബെൽജിയംകാരനും കഴിക്കാവുന്ന kind of മീൻ. എറണാകുളം വെക്കുന്ന മാതിരി തന്നെ മാങ്ങായിട്ട് വെച്ചിട്ട് ഈ മീനാണോ? വീലാണ്, ബേബി വീൽ. മതി. പച്ചമാങ്ങ. എനിക്ക് കയ്പ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ പോയില്ലേ? നമ്മൾ തേങ്ങാപ്പീരിട്ടിട്ടില്ല, ആ സ്റ്റൈൽ അവിയല. സിമ്പിൾ മാങ്ങക്കറി, സിമ്പിൾ. ചുമ്മാ ചോറും മാങ്ങക്കറി അച്ചാറും കഴിക്കൂലേ, അത്തിന് പറ്റിയ സാധനം. ഊരി വരിക. എനിക്കിപ്പോൾ ഒരു ഡയലോഗ് പറയണമെന്നുണ്ട്. ഒരു പൊറോട്ട ഉണ്ടായിരുന്നെങ്കിൽ തറുത്തേനാണ്. അതവിടെ പറയാൻ പറ്റില്ല, കാരണം അവർ പൊറോട്ടയും കൊണ്ട് വരും, പിന്നെ അത് ഞാൻ കഴിക്കേണ്ടി വരും. ബീഫിൻ്റെ മുകളിലുള്ള കോട്ടിങ് ഉണ്ടല്ലോ, ചിക്കനെന്തേ ഊരി വരുന്നു.
നല്ല സ്ട്രോങ്ങാണ്. കുടംപുളിയുടെയും മുളകിൻ്റെ ഒക്കെ നല്ല പക്ക കപ്പയുടെ സാധനം. കപ്പ ഒന്നും പറയാൻ പറ്റില്ല, ഒരു കപ്പയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഞാൻ കഴിക്കേണ്ടി വരും. റെസ്റ്റോറൻറ്റിൻ്റെ പേര് തന്നെ കാസാവ എന്നാണ്. നെയ്യ് ഇങ്ങനെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യുന്നു. ഈ മീറ്റ് ബാർബിക്യൂ ചെയ്ത പോലെ വിട്ട് വന്നിരിക്കുക. തേങ്ങാപ്പാൽ ഒഴിക്കുന്നതാണ് എൻ്റെ സീക്രട്ട്. എന്ത് സോഫ്റ്റാ ഇത് കണ്ടോ. നമ്മൾ ജനിക്കുമ്പോൾ തുടങ്ങി കഴിക്കുന്ന സാധനങ്ങൾ ആ കണ്ടന്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അത് പെട്ടെന്ന് അക്സെപ്റ്റഡാണ്. കദളിപ്പഴം കൊണ്ടുള്ള ഗുണം വെച്ചാൽ മണമാണ്, രുചിയേക്കാളും കൂടുതൽ മണമാണ് കദളിപ്പഴം. ഇതൊക്കെ നമ്മുടെ ബേസിക് ടേസ്റ്റ്. ആ ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടി ടെൻഡർ കോക്കനട്ട്. ചൂടുണ്ട്, മധുരമുണ്ട്, പൈനാപ്പിൾ ഉണ്ട്, പഴമുണ്ട്, ടെൻഡർ കോക്കനട്ട് ഉണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ഇത് ഒരുമിച്ച് കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിലാവുന്നതല്ലേ ഉള്ളത്. നമ്മുടെ മനസ്സിൽ ഒറ്റ സാധനമേ ഉള്ളൂ, സന്തോഷം. അപ്പം തീൻമുറ എന്ന് പറയുന്ന സംഭവം അവസാനമായിട്ട് ആരെങ്കിലും ചെയ്തിട്ട് 38-40 വർഷമായി. അതായത് ഇപ്പം പിന്നെ ചെയ്യാൻ തുടങ്ങി, ഒരു ഫാഷനബിൾ ആയിട്ട്. ഇത് മെത്തേഡ് മാറി. കാര്യം ഇപ്പം നമ്മൾ ഈ എന്താ പറയുക ടേബിൾ സെറ്റ് ചെയ്ത് വെക്കുകയല്ലേ. മുമ്പ് അങ്ങനെയല്ല. മുമ്പെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ കല്യാണ വീടുകളിൽ തലേ ദിവസം വന്ന അയലക്കാരെല്ലാം കൂടെ വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി ഇലയൊക്കെ പിള്ളേരുടെ പണി ഇല തൂത്ത് തുടയ്ക്കുന്നത്. ഇലയൊക്കെ തൂത്ത് തുടച്ച് പിറ്റേ ദിവസം ഇങ്ങനെ ആദ്യം ചിലപ്പോൾ കട്ട്ലൈറ്റ് ചള്ളാസായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ അപ്പം ഇതുപോലെ ഒരു സ്റ്റൂ ഏതെങ്കിലും ഒന്നെങ്കിൽ ഫിഷോ മട്ടണോ കൂടുതൽ ഓരോരുത്തരുടെ ലെവൽ അനുസരിച്ച് അത് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇലയിലോട്ട് ചോറ് കൊള്ളാം. അപ്പം കഴിഞ്ഞ ഒരു വേസ്റ്റ് പ്ലേറ്റ് വരും, മട്ടൻ്റെ പീസോ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ. ചിലയിടത്ത് പോർക്കായിരിക്കും. പിന്നെ ഇത് അതിനകത്തൊരു ഡിഷ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പോർക്ക് പെരളന്, ഇല്ലെങ്കിൽ ബീഫ് പെരളന്, ഏതെങ്കിലും മുരിയിറച്ചി പെരളൻ, ഏതെങ്കിലും ഒരു പെരളൻ കാണും. പിന്നെ ഒരു ഡ്രൈ കാണും. അത് ചിലപ്പം ബീഫ് ഉണ്ടെങ്കിൽ പോർക്കായിരിക്കും. അതങ്ങനെ മാറി ഓൾട്ടർനേറ്റീവായിട്ട് മാറി വരും. പിന്നെ മീൻ പറ്റിച്ചത് മസ്റ്റാണ്. പിന്നെ മാങ്ങ കൊണ്ടൊരു പിക്കിൾ, അതെന്ന് പറഞ്ഞാൽ വെള്ളക്കിടുന്ന അച്ചാറ, മഞ്ഞയ്ക്ക് മുളക് പൊടി ഇല്ലാത്ത അച്ചാർ, അതൊക്കെ. പിന്നെയെന്ന് പറഞ്ഞാൽ പുളിശ്ശേരി അല്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ മാങ്ങാക്കറി. പുളിശ്ശേരിയാണ് തയ്യുന്നത്. തലച്ച മോര് കടഞ്ഞ് വെച്ച് തൈര് കൂടെ കടഞ്ഞെടുത്തിട്ട് നെയ്യ് മാറ്റിയിട്ട് അതുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കും. അത് തലേ ദിവസം തന്നെ വലിയ മൺകലത്തിലൊക്കെ ഊറ്റി ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് അത് നല്ല സുഖം കൂട്ടാനത്. അപ്പോൾ ഇത് സിറിയൻ ക്രിസ്ത്യൻ ഇത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ സിറിയൻ ക്രിസ്ത്യൻസിന്റെ വീട്ടിൽ കല്യാണം നടക്കും തീൻമോറ എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പം ഇത് അടുത്ത കാലത്തൊന്നും ആരും അങ്ങനെ ചെയ്തിട്ടില്ല. ഇവിടെ കസാവ ഓപ്പൺ ആയതിനു ശേഷം ആദ്യം ഇവിടെ ഒരു ക്രിസ്മസ് ഇതുപോലെ ഞാൻ തീൻമോറ എന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ പിന്നെ അന്നത്തെ ഒരു വ്യത്യാസമുണ്ട്. അന്നത്തെ എന്ന് പറഞ്ഞാൽ ഡെസേർട്ട് ഇത്രയും മോഡിഫൈഡ് അല്ല. അവസാനം കൊടുക്കുന്നത് നല്ല കട്ട തൈര്, പുളി കുറഞ്ഞ തൈരും പഴവും ചോറും പഞ്ചസാരയും കൂടിയാണ്. ഇതെല്ലാം കൂടെ കൂടി ഞെരടിയാണ് കഴിക്കുന്നത്. പിന്നെ അതല്ലാത്ത സമയത്ത് കൊടുക്കുന്ന പഴവും പാനി, പനങ്കള്ള് വറ്റിച്ച് പാനി ഉണ്ടാക്കുന്നുണ്ടല്ലോ, അങ്ങനെ പഴവും പാനിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഡെസേർട്ട്. പിന്നെ ഇപ്പോൾ അതൊന്നും ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ആർക്കും നമ്മൾ ഈ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും സമ്മതിക്കില്ല. ഈ തൈരും പഴവും കൊടുത്താൽ സമ്മതിക്കില്ല. ഇപ്പം ആൾക്കാർ കുറച്ചും കൂടെ മോഡേണൈസ് ആയി ഡെസേർട്ടിന്റെ അങ്ങനെയല്ല, അങ്ങനെയായി മാറി. നിങ്ങൾ ഇപ്പം ഇത് ഇവിടെ കൊടുക്കുന്നുണ്ടോ? അതെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഒക്കേഷൻസ്, ഇപ്പം ഒരു ഓണം വരും, അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് വരിക, ഒരു ഈസ്റ്റർ വരിക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഒരു കുറച്ച് നാൾ മുന്നിൽ ഈ വീക്കെൻഡ്സിൽ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ നമ്മൾ ലഞ്ചിന് ഇത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരാളിപ്പോൾ വിളിച്ച് ബുക്ക് ചെയ്യാണ്, ഞങ്ങൾക്ക് ഒരു 10 പേർക്ക് വേണമെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും? നേരത്തെ വിളിച്ച് പറഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം നേരത്തെ പറഞ്ഞത് ഇപ്പോൾ സഡനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വയ്ക്കാൻ പറ്റിയല്ല. പ്രിപ്പറേഷൻ വേണം. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കണം. പിന്നെ സെർവ് ചെയ്യാനുള്ള ഒരു 1 by 1 ആയിട്ട് 10 പേര് വന്നു കഴിയുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റിയല്ല. അങ്ങനെയുള്ള ഇതുണ്ട്. ആക്ച്വലി അതിന് ചേർക്കേണ്ട സാധനം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പനച്ചാപ്പുളി എന്ന് പറയുന്ന ഒരു ചെടിയുടെ ഇലയാണ് സംസാരിച്ചത്. ആ സാധനമാണ് ചേർക്കേണ്ടത്. സഡനായിട്ട് പറഞ്ഞുകൊണ്ട് നാട്ടിൽ പോയാലേ സാധനമുണ്ട്. നാട്ടിലിതിങ്ങനെ എന്നാ പറയുന്നത്, പള്ള പോലെ കിടക്കുന്നത്. അത് ഇവിടെ നമുക്കത് എറണാകുളത്ത് കിട്ടാനായിട്ട് പനച്ചാപ്പുളി പനക്കാപ്പുളി എന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. തടി ഒരു ചെറിയ മുള്ളു പോലെയൊക്കെ ഉണ്ട്. അതിന് ഈ ഇലയ്ക്ക് ഒരു ചെറിയ തരിതരി പോലെയൊക്കെ ഉണ്ട്. അത് നമുക്ക് നാക്കിലോട്ട് വെക്കുമ്പോൾ ചെറുതായിട്ട് കൊള്ളുന്നത്. പക്ഷേ അത് കഴിക്കുമ്പോൾ മത്തിപ്പുളി എന്നും പറയും. അതാണ് ഇതിന്റെ റൈറ്റ് കോമ്പിനേഷൻ. ഷെഫ് പണ്ട് കുറെ സ്ഥലത്ത് പോയി തപ്പി കണ്ടുപിടിച്ച് കിട്ടാതെ ഒരു ബന്ധു വീട്ടിൽ പോയപ്പോൾ അവരുടെ പറമ്പിൽ ഇഷ്ടം പോലെ സാധനം തന്നെ. അതാണ് ആ പുളി. അതിന് ആ ഇല ഇട്ടാൽ നമുക്ക് പുളി ചേർക്കണ്ട. സിംപ്ലിസിറ്റി
നമ്മുടെ ഭക്ഷണത്തിന്റെ പാരമ്പര്യം അതൊക്കെ തന്നെയാണ്. നമ്മൾ 150 കൊല്ലമായി നമ്മൾ ഇപ്പൊ കൊടുക്കുന്ന രീതി സദ്യ കൊടുക്കാൻ തുടങ്ങിയിട്ടെന്നാണ് പറയുന്നത്. ഇന്ന് കൊടുക്കുന്ന പോലെ എല്ലാം കൂടെ കൂടി സദ്യ കൊടുക്കുന്ന പോലെ ഈ 150 കൊല്ലമായിട്ടും അതിനകത്തുനിന്ന് വളരെ സ്ലൈറ്റ് ആയിട്ട് ഡിഫറൻസ്, ഓലന്റെ സ്ഥാനത്ത് ചിലപ്പോൾ സ്റ്റൂ ചേർക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ചെറിയ വ്യത്യാസം അല്ലാതെ കാതലായിട്ടൊന്നുമില്ല. വ്യത്യാസമുണ്ട്, ഇത്രയും കാലമുണ്ട്. എന്നാൽ ഒരു ഫംഗ്ഷന്, ഒരു കല്യാണത്തിനോ ഒരു നെയ്മിങ് സെറമണിക്കോ ഒരു നമ്മൾ മെമ്മോറിയൽ സെറമണിക്കോ എല്ലാത്തിനും ഈ സംഭവം എന്താ, ഈ പാരമ്പര്യമായി. പിന്നെ ചില സാധനങ്ങളുണ്ട്, ശ്രാദ്ധ അടിയന്തരത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നെയ്ക്കാത്തേ ഇത് വറക്കുള്ളൂ, വെളിച്ചെണ്ണ യൂസ് ചെയ്യല, അങ്ങനെ പണ്ടത്തെ കാലത്ത്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഈ ശ്രാദ്ധം അടിയന്തരം അങ്ങനെയുള്ള സമയത്ത് ഉപ്പേരി പോലും വറക്കുന്നത് നെയ്ക്കാത്തേ വറക്കുള്ളൂ എന്നാണ്, വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഉണക്കമുളകിൻ്റെ കണ്ടന്റ് കുറയും. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ഉണക്കമുളക് ഉപയോഗിക്കുന്നുണ്ട് സദ്യക്കകത്ത്, അപ്പോൾ അതില്ലാതെ പറ്റിയത്. അപ്പം എന്നാൽ പോലും ബേസിക് ആയിട്ടുള്ള സാധനങ്ങളിൽ ഒരു എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആ സെർവിങ് സീക്വൻസ് പോലും പഴയ പോലെ തന്നെയല്ലേ. പിന്നെ അത്രേ ഉള്ളൂ. ഞങ്ങളുടെ നാട്ടിലേക്ക് പണിയാൻ വരുന്ന കയ്യാല കെട്ടുക എന്ന് പറയും, കല്ല് കെട്ട് കിട്ടുന്നത് ഒരു മനുഷ്യൻ. ഞാൻ പുള്ളിക്കാരനെ കാണുമ്പോൾ ഒരു 74-75 വയസ്സുണ്ട്. കറക്റ്റ് പുള്ളിക്കാരൻ കൊഞ്ച് പോലെ വളഞ്ഞായിരിക്കുന്നു. പുള്ളിക്കാരൻ കൊഞ്ച് പോലെ വളഞ്ഞരി കുനിഞ്ഞു നിന്ന് കയ്യാല കെട്ടി വർഷങ്ങളായിട്ട്. പക്ഷേങ്കിൽ അന്ന് 75 വയസ്സുള്ള ആ മനുഷ്യൻ 45 വയസ്സ്, 45-നും 50-നും ഇടയ്ക്ക് പ്രായമുള്ള എൻ്റെ അപ്പൻ നല്ല ആരോഗ്യമുള്ള ആളാണ്. അപ്പൻ പിടിച്ചു വെക്കുന്നതിനേക്കാളും വലിയ കല്ലുകൾ പിടിച്ച് മാറ്റി വെച്ചിട്ട് കയ്യാല കെട്ടും. കുഞ്ഞങ്ങോട്ട് മാറുന്നില്ല, ഞാൻ പിടിച്ചു വെക്കാമെന്നുണ്ട്. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്രയും ആരോഗ്യമുണ്ട്. അവരതുപോലെ പണിയെടുക്കുമായിരുന്നു, അതുപോലെ ഭക്ഷണവും കഴിക്കുമായിരുന്നു. ഇന്ന് ചിന്തിക്കാൻ പറ്റിയാൽ അത്രയും ഭക്ഷണം കഴിക്കാനോ അത്രയും പണിയെടുക്കുന്ന കാര്യം ചിന്തിക്കാൻ മനുഷ്യനെ കൊണ്ട് പറ്റിയാൽ. ഫിസിക്കൽ ഇന്നിപ്പം നമ്മളെന്ന് പറഞ്ഞാൽ, അതായത് എന്നാ പറയുന്നത്, പ്രീ പ്ലാൻഡ്. ഞാൻ ഇന്ന് ഇത്ര പണിയേ ചെയ്യുള്ളൂ എന്നും പറഞ്ഞാൽ നമ്മൾ ഏത് ജോലിക്ക് വന്നാലും വരുന്നത്. അതിപ്പം ലേബർ ജോലിക്ക് വന്നാലും ഇപ്പോൾ ഞാൻ ഇന്ന് ഇത്ര പണിയേ ചെയ്യുള്ളൂ, അതിനപ്പുറത്ത് ഞാൻ ചെയ്താൽ എനിക്ക് നഷ്ടമാണ്. പണ്ട് അങ്ങനെയല്ല. അന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പണി എത്രയും പെട്ടെന്ന് പണം തീർത്ത് ഞാൻ അടുത്തടുത്തോട്ട് പോകണമെന്ന്. അപ്പോൾ അവരതുപോലെ പണിയും ചെയ്യും, അതുപോലെ ഭക്ഷണം കഴിക്കും. അങ്ങനെ പണിയണമെന്നുണ്ടെങ്കിൽ അതുമാതിരി ആരോഗ്യം വേണം. അപ്പം അന്നത്തെ കാലത്ത് അത്ര ആൾക്കാർ ഭക്ഷണം കഴിക്കും. ഇന്ന് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. എല്ലാവരും ഓഫീസിലിരിക്കുന്നു, പണിയെടുക്കുന്നു, വിയർക്കുന്ന സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. സ്ട്രെസ്സ് കൊണ്ട് സ്വെറ്റ് ചെയ്യും. നമുക്ക് സ്ട്രെസ് എടുത്ത് നമ്മൾ സ്വെറ്റ് ചെയ്യും. പക്ഷേ നമ്മൾ ഫിസിക്കലി വർക്ക് ചെയ്ത് സ്വെറ്റ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല. നമുക്ക് കലോറി കുറച്ച് മതി. കപ്പയുടെയൊക്കെ കൺസപ്ഷൻ കുറയാനുള്ള കാരണം എന്നാ? കപ്പയുടെ കൺസപ്ഷൻ കുറയാനുള്ള കാരണം, അതായത് അപ്പോൾ അതിൻ്റെ പ്ലാന്റിങ് കുറയുന്നതിന് കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇപ്പോഴെല്ലാവരും പലഹാരം പോലെയാണ് കപ്പ കഴിക്കുന്നില്ലേ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പലഹാരം എന്ന് പറയുന്നത് വേറെ സാധനങ്ങളാണ്. കപ്പയെന്ന് പറയുന്നത് പലഹാരമല്ല. കാര്യം 365 ദിവസവും കപ്പയുണ്ട്. ഒന്നെങ്കിൽ പച്ചക്കപ്പയായിട്ടും അതല്ലെങ്കിൽ ഉണക്കക്കപ്പയായിട്ടും, വാട്ടുകപ്പ. ഇതെപ്പോഴും നമ്മുടെ വീട്ടിലുണ്ട്. കാരണം ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, എൻ്റെയൊക്കെ വീടിൻ്റെ മുന്നിൽ ഏകദേശം ഒരു 600 മൂടോളം കപ്പയിടുമായിരുന്നു. വീട്ടാവശ്യത്തിന് മാത്രം. അതായത് 1 കിലോ പോലും കൊടുക്കുകയില്ല. 1 കിലോ പോലും കൊടുക്കുകയില്ല. ഇല്ല. കാര്യം അപ്പനുണ്ട്, ഞങ്ങൾ ജോയിൻറ്റ് ഫാമിലി പോലെയാണ്. അപ്പോൾ എല്ലാവരും ഒരു 2-3 ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, എൻ്റെ അപ്പന്, ഞങ്ങൾ മക്കൾ, അമ്മ, അപ്പൻ്റെ അനിയന്മാർ, അവരുടെ കല്യാണം കഴിച്ചിട്ടില്ല ആ സമയത്ത് 2-3 പേര്, പിന്നെ അപ്പൻ്റെ പെങ്ങൾ, പിന്നെ ആരെങ്കിലുമൊക്കെ വിരുന്നുകാർ വരുന്നവർ, പിന്നെ ഇത് കൂടാതെ പറമ്പിൽ പണിയാനുള്ള ആൾക്കാർ. അപ്പോൾ മലബാറിൽ അരി കഴിക്കുന്ന പോലെയാണ് നിങ്ങളൊക്കെ കപ്പ കഴിച്ചുകൊണ്ട്. കാരണം 2 നേരം കപ്പയാണ്. ബ്രേക്ക്ഫാസ്റ്റും കപ്പ, ഈവനിങ് ടീ നമ്മളിപ്പോൾ സ്നാക്സ് എന്ന് പറഞ്ഞ് കഴിക്കല്ലേ. അന്നേരം വെച്ച് ചെണ്ടക്കപ്പയും ഒന്നെങ്കിൽ മീൻ ചമ്മന്തി, അല്ലെങ്കിൽ തൈര് കാന്താരി മുളകും കൊണ്ട് ഉടച്ചത്, അല്ലെങ്കിൽ കാന്താരി മുളകും നമ്മൾ അടച്ചു പറ്റിയ ഉപ്പുവെല്ലാം കൊച്ച് അതൊക്കെ ചെറിയ വെച്ച് അതൊക്കെയാണ് ചമ്മന്തി, കട്ടൻ കാപ്പി. അത് മസ്റ്റാണത്. പണിയാൻ വരുന്നവർക്ക് 4 മണി കാപ്പി കൊടുത്തിരിക്കണം. ഏതെങ്കിലും ഒരു ഫോമിൽ 4 മണി കാപ്പി. കപ്പയാണ് ഏറ്റവും നല്ലത്. അത് ഹെവി ആയിട്ട് വേണം. എന്നിട്ട് ആ കാപ്പി കുടിയും കൂടെ അവരൊരു 3:30-4 ആകുമ്പോൾ ഒന്ന് കാപ്പി കൂടി കഴിഞ്ഞിട്ട് അവരൊരു 1.5-2 മണിക്കൂർ കൂടെ പോയി പിന്നെയും പണിയും. 4 മണി കഴിഞ്ഞിട്ട് 8 മണി എന്ന് പറയുന്ന സമയത്ത് അവർ വരും. അവർ 10 മണിയാകുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കാൻ വരും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരും. അത് കഴിഞ്ഞിട്ട് അവർ 12:30-1 മണിയോടുകൂടി ഊണ് കഴിക്കാൻ വരും. ഊണ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു 4 മണിയാകുമ്പോൾ വന്നിട്ട് അവർ ഒന്നുകൂടെ, അല്ല ചിലർ മാത്രമേ ഉള്ളൂ എന്നാൽ പിന്നെ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങ് പോയാൽ മതിയല്ലോ എന്നും പറഞ്ഞു. ബാക്കിയുള്ള ചിലർ വന്ന് കഴിച്ച് വെച്ചിട്ട് അവർ പിന്നെയും പണിയെടുക്കും. ഇന്നങ്ങനെ ചിന്തിക്കാൻ പറ്റും. അതുകൊണ്ട് അവരത്രയും ഫുഡ് കഴിക്കും. അത്രയും പണിയെടുക്കുന്നത് കൊണ്ട് അവരത്രയും കഴിക്കും. ചീനിക്ക് മീനാണ് പ്രധാന വസ്തു. മീനിന് തോടൻ പൊളിയും പ്രധാനം. വള്ളം കുളത്തുന്നൊരു തോണിയേറി വെള്ളം കുടിയാഞ്ഞ് മനസ്സുമുട്ടി വള്ളം വരട്ടാട്ടിൽ ഇടിച്ചു മുക്കി വെള്ളം കുടിച്ചതിന് അവസാനമില്ല. അതായത് ഈ തിരുവല്ല ചങ്ങനൂർ ഭാഗത്തൊക്കെ ഒരു പാട്ടാണത്. വരട്ടാർ അവിടെയാണ്. അങ്ങനെ ഒരു പാട്ടുണ്ട്. ചീനിക്ക് മീനാണ് പ്രധാന വസ്തു. അതായത് കപ്പയ്ക്ക് മീനാണ് പ്രധാനപ്പെട്ട സാധനം. മീനിന് തോടൻ പുളിയും പ്രധാനം. തോട്ടുപുളി എന്ന് അതിന് പറയുന്നത്. തോട്ടുപുളി അങ്ങനെ എല്ലാം പറയുന്നത്. തോടൻ പുളിയും പ്രധാനം. തോട്ടുപുളി എന്ന് പറഞ്ഞാൽ കുടംപുളിയാണ്. പിന്നെ അങ്ങനെ തോട്ടുപുളി എന്ന് പറയും, കുടംപുളി എന്ന് പറയും. ഇത് ബ്ലഡ് പ്യൂരിഫയർ ആണ്. ഒന്ന് ആർത്രൈറ്റിസിൻ്റെ പ്രശ്നം കുറയ്ക്കും. ബ്ലഡിലെ കൊളസ്ട്രോൾ ലെവലൊക്കെ നോർമലാക്കും. അങ്ങനെ എല്ലാം ഇതിന് ഗുണമുണ്ട്. ആയുർവേദക്കാർ പറയുന്ന ഈ പുളി കഴിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ വളംപുളി കഴിക്കാൻ ആയുർവേദം പറയുന്നില്ല.
അങ്ങനെ വ്യത്യാസമുണ്ട്. എന്ത് കറി എന്ന് പറയും? ഇതിന് പീഞ്ഞാണി എന്നൊരു പേര് പറയും. പോർക്ക് കൊണ്ടാണ് ഇത് കൂടുതൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ പന്നി പീഞ്ഞാണി എന്ന് പറയും, അങ്ങനെ പറയും. പിന്നെ ചില ഫാറ്റ് ഉണ്ടെങ്കിൽ ഇത് നല്ല ഗ്ലേസിങ്ങാണ്. അപ്പം ബീഫിനകത്താകുമ്പോൾ കോക്കനട്ട് മിൽക്ക് ഒഴിക്കാം, പക്ഷേ പോർക്കിനകത്താകുമ്പോൾ കോക്കനട്ട് മിൽക്ക് ഒഴിക്കും. അതിൻ്റെ ഫാറ്റ് ഉണ്ടുകൊണ്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാവും. പക്ഷേ എങ്കിൽ നല്ല ഇതാണ്. അതിനകത്ത് ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ മല്ലിയും കുരുമുളകും പെരിഞ്ജീരകവും, പിന്നെ ഇപ്പോൾ ബീഫിനകത്താകുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കും, ഫ്രഷ് കോക്കനട്ട് മിൽക്ക് ഒഴിച്ച് ഫിനിഷ് ചെയ്യും. പിന്നെ കടുക് താളിക്കും. ബീഫ് വലിയ ചങ്ക്സായിട്ട് അല്ലെങ്കിൽ പോർക്ക് വലിയ ചങ്ക്സായിട്ട് ബോയിൽ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തവയിലോ അല്ലെങ്കിൽ ഫ്രൈ പാനിലോ കടായിലോ ചെറുതായിട്ടൊന്ന് വറക്കും. രണ്ട് സൈഡിൽ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കും. എന്നിട്ട് ഈ സാധനം വേണമെങ്കിൽ കത്തിയുടെ മാട് കൊണ്ട് വേണമെങ്കിൽ തട്ടും. ഇതിപ്പോൾ വീലാകും, തട്ടേണ്ട പ്രശ്നമില്ല, സോഫ്റ്റാണ്. മറ്റേതാകുമ്പോൾ കുറച്ച് ഹാർഡായിരിക്കും. അപ്പോൾ ഒന്ന് തട്ടും, അപ്പോൾ അതിൻ്റെ ഫൈബർ ഒന്ന് പൊട്ടി നിൽക്കും. പിന്നെ ഈ പറയുന്ന മസാല ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക രീതിയില്ല. സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും ആദ്യം വഴറ്റി മാറ്റി വെക്കും. ബീഫ് അല്ലെങ്കിൽ പോർക്ക് ബോയിൽ ചെയ്യുന്ന വെള്ളം മഞ്ഞളും മുളകും ഇഞ്ചിയിട്ട് ബോയിൽ ചെയ്യും, അതെടുത്ത് മാറ്റും, ആ വെള്ളം മാറ്റി വെക്കും. എന്നിട്ട് ഈ പോർക്ക് സ്ലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ബീഫ് സ്ലൈസ് ചെയ്യും. എന്നിട്ട് ഈ പറഞ്ഞാൽ ഷാലോ ഫ്രൈ ചെയ്യും. എന്നിട്ട് ഇത് വറക്കുന്ന എണ്ണയ്ക്കകത്ത് കടുക് പൊട്ടിച്ചിട്ട് ഇത് അരകല്ലയിൽ അല്ലെങ്കിൽ ഗ്രൈൻഡറിൽ അരയ്ക്കും. വെള്ളത്തിൽ കുതിർത്തെടുത്ത മല്ലി, നല്ലപോലെ കുതിർത്ത് കഴുകി നല്ല മല്ലി, പെരിഞ്ജീരകം, കുരുമുളക് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കും. അരച്ചെടുത്ത് വെച്ചിട്ട് കടുക് പൊട്ടിച്ച് ചെറിയുള്ളി മുപ്പിച്ച് ഈ പോർക്കൊക്കെ വറുത്ത എണ്ണയ്ക്കകത്ത് ഇത് വഴറ്റി കഴിഞ്ഞിട്ട് മുഴുവൻ വെള്ളവും പറ്റി എണ്ണ തെളിയുമ്പോൾ ഈ മറ്റേ സ്റ്റോക്ക് ഒഴിച്ച് കറക്റ്റ് സീസണിങ് ചെക്ക് ചെയ്യും. പിന്നെ അതിനകത്തോട്ട് നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന സവോള എല്ലാം ഇട്ട് ബീഫ് ഇട്ടിട്ട്, ബീഫാണെങ്കിൽ ബീഫ് ഇടും, പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കും, ഇന്ന് ഇതാക്കും. കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് ആയി കഴിയുമ്പോൾ അത് അബ്സോർവ് ചെയ്യും. അത് പോർക്കാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, അപ്പോൾ ഫാറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 2 സ്ലൈസ് ഇതിനകത്തുണ്ട് പൊട്ടറ്റോയുടെ സ്ലൈസ് കാണും അതിനകത്ത്. പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ ജസ്റ്റ് ഒന്ന് കനം കുറച്ച് കഴിഞ്ഞ് വറുത്ത് അതിനകത്തൂടെ ഇടും. എന്നിട്ട് അതിങ്ങനെ അതോടെ കൂട്ടിയാണ് എടുത്ത് കൊടുക്കുന്നത് സാധനം. അപ്പം അത് അങ്ങനെ. അല്ലെങ്കിൽ ചിലപ്പോൾ ബീറ്റ്റൂട്ട് സ്ലൈസ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒന്ന് പോച്ച് ചെയ്തിട്ട് ഒന്ന് കടുക് പൊട്ടിച്ച് ടോസ് ചെയ്ത് അവിടെ വെച്ച് കൊടുക്കുക. അതിൻ്റെ അക്കമ്പനിമെൻറ്റ്. പോർക്കാണെങ്കിൽ കൂടുതലും ബീറ്റ്റൂട്ടാണ് കൊടുക്കുന്നത്. അന്നേരം പോർക്ക് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കുറച്ച് മുരിങ്ങക്കാട് തൊലിയും കൂടെ, നമ്മുടെ മുരിങ്ങ മരത്തിൻ്റെ തൊലി ഒരു ശകലം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ കരിന്തിരി കളഞ്ഞ് പച്ച എടുത്ത് വെച്ചാൽ അതുകൂടെ അരച്ച് ചേർക്കും. ഡൈജസ്റ്റ് ചെയ്യാനും സോഫ്റ്റ് ആകാനും. ഇതൊക്കെ പഴയ കാലത്തെ നമ്മൾ കോക്കിമാരെന്ന് പറയുന്ന ആൾക്കാരുടെ ടെക്നിക്കുകളാണ്. ഇപ്പോൾ അതൊന്നും പറഞ്ഞാൽ ഉണ്ടാക്കി തരാം. നമ്മുടെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾ മരിച്ചുപോയി. അയാളുടെ മക്കൾക്ക് പോലെ സംഭവം അറിയും. ചട്ടി മണ്ണിനകത്ത് ഇറക്കി ഇങ്ങോട്ട് വെക്കും, വക്ക് വരെ ഇട്ടൊരു വാഴയില കൊണ്ടങ്ങ് മൂടി വെക്കും. ആ കറി 2 ദിവസം അപ്പുറത്തിരുന്നെങ്കിൽ 1 ദിവസം പൂച്ച കയറാൻ നോക്കിയാൽ മതി. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാച്ചുറലായിട്ടൊരു തണുപ്പ് ടെമ്പറേച്ചർ. മൺചട്ടിയുടെ ഗുണമൊന്നും ആരും നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട. മൺചട്ടി പണ്ട് കാലത്തെ പാചകത്തിന് മൺചട്ടി ഉപയോഗിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. മൺചട്ടി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഒരിക്കലും ഡ്രൈനെസ് ഫീൽ ചെയ്യുക, ഒരിക്കലും മോയ്സ്ചറിന് എക്സസ് വലിച്ച് കയറ്റിയില്ല. മൺചട്ടിയുടെ കൺസിസ്റ്റൻസിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ പോറസ് ടെക്സ്ചറാണ്, ചെറിയ ഹോൾസ് ഉള്ളത്. അതുകൊണ്ട് എന്നാ ചെയ്യും, അതൊരിക്കലും അത് ഈവനായിട്ടേ ചൂടാവുള്ളൂ, പതുക്കെ ചൂട് കുറയും. മൺചട്ടിക്കകത്തൊരു കറി ഒടുപ്പം നോക്കി കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് ഇരുന്ന് തിളയ്ക്കും. പതുക്കെ ചൂടാവുള്ളൂ, സമയമെടുക്കും. എളുപ്പപ്പണി നടക്കുക. അത് എന്നിട്ട് ഇതിൻ്റെ അതുകൂടാതെ തന്നെ ഇതിൻ്റെ അടുത്ത ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ നേച്ചർ കളിമണ്ണെന്ന് പറയുന്നത് ആൽക്കലിക്കാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്ന നോൺ വെജും അതിൻ്റെ കണ്ടൻറ്റും മസാലപ്പൊടിയും മുഴുവൻ അസിഡിറ്റിക്കാണ്. ഈ ഇതിലുള്ള അടങ്ങിയേക്കുന്ന കണ്ടൻറ്റ്, ഈ ആൽക്കലിക് കണ്ടൻറ്റ് ഭക്ഷണത്തിനുള്ള അസിഡിറ്റിയെ റെഡ്യൂസ് ചെയ്ത് pH വാല്യൂ നോർമലാക്കും. അതാണ് ബേസിക്കായിട്ട് പണ്ടുള്ള കാലത്തെ ആൾക്കാർ ഈ ഭക്ഷണം ഇങ്ങനെ മൺചട്ടിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ മഗ്നീഷ്യം, ഫോസ്ഫറസ്, സയൻസ് എല്ലാം ഭൂമിയിൽ നിന്ന് കിട്ടുന്നത് ഇതെല്ലാം ഈ മണ്ണിനകത്ത് കാണും. കൽച്ചട്ടി ആയാലും ഇതുപോലെ തന്നെയാണ്. കൽച്ചട്ടിക്കകത്ത് എന്ന് വെച്ചാൽ ഇത്രയും ഈ ഹോൾസ് ഇല്ല, അങ്ങനെ ആ ഒരു ഇതുണ്ട്. പക്ഷെ മൺചട്ടിക്ക എന്ന് പറഞ്ഞാൽ ഈ ആൽക്കലിക് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ആൽക്കലിക്കാണെന്നുള്ള കാര്യമാണ്. കാര്യം നമ്മളിപ്പം എല്ലാ അസുഖങ്ങൾക്കും അടിസ്ഥാനം ആയുർവേദം പറയുന്നുണ്ട്, ശരീരത്തിലെ അസിഡിറ്റി ബാലൻസ് മാറുന്ന, pH വാല്യൂ മാറുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ pH വാല്യൂവിനെ ഈ മൺചട്ടിയുടെ ഉപയോഗം കൊണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതാരും ഇത് ചിന്തിക്കുന്നില്ല. ഒന്ന് പൊട്ടിപ്പോകുന്നു, ബ്രേക്കേജ് കൂടുതൽ. 2 ഇത് ഉണ്ടാക്കിയെടുക്കാൻ ആൾക്കാരില്ല, സമയം വേണം, കളിമണ്ണില്ല. ഇതുകൊണ്ടൊക്കെ എന്നാ ചെയ്യും, ഇത് നമ്മുടെ കിച്ചണിൽ നിന്ന് ഔട്ടായി പോകും. പക്ഷേ ഞാനിവിടെ ചെയ്യുന്ന ഫിഷ് കറി, സീ ഫുഡ് എല്ലാം ഉണ്ടാക്കുന്നത് ഈ മൺചട്ടിക്കകത്ത് വെച്ചിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കത് അറിയാവുന്നത് കൊണ്ട്. പക്ഷേ ഇതൊക്കെ ഇനിയത്തെ പിള്ളേരെ നിങ്ങളുടെ ട്രെയിനീസിന് ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് റെഡിയാക്കി എടുക്കൽ വലിയൊരു പണിയല്ലേ? നടക്കുകയില്ല. നമ്മൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ഫീൽഡിൽ വരുമ്പോൾ ഒരു ജോലിക്ക് വേണ്ടി വന്ന മനുഷ്യനാണ്.
ഫ്രാങ്കായിട്ട് പറയുന്നത്. ഞാൻ ജോലിക്ക് കാശിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിലെ മൂത്ത ആളാണ്, ഞാൻ അങ്ങനെ വന്നു. പക്ഷേ ഇപ്പോൾ എന്നോടത് ചോദിക്കുവാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഞാൻ പണിയെടുക്കാൻ വേണ്ടി, ജോലിയെടുക്കാൻ വേണ്ടി, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ജീവിക്കുന്നുള്ള ഒരു അവസ്ഥയിലോട്ട് മാറി. കാരണം ആദ്യത്തെ ദിവസം ട്രെയിനിങ് ഞാൻ താജ് മലബാറിലാണ് എൻ്റെ ട്രെയിനിങ്. അവിടുന്ന് താജ് മലബാറിൽ നിന്ന് നടന്നാണ് പോരുന്നത്. ഫസ്റ്റ് ഡേ ആണ്. അത്രയും കാലം അങ്ങനെ ഒന്നൊരു കഷ്ടപ്പാടും നടന്നിട്ടില്ല. രാവിലെ 10 മണിയായപ്പോൾ കയറി വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു. ടെൻഷനസ് ട്രെയിന്. താജ് മലബാറിൽ നിന്ന് കാസിനോയുടെ അപ്പുറത്താണ് അക്കോമഡേഷൻ. അത്രയും നടന്നാണ് വരുന്നത്. അവിടെ നടന്നാണ് അതൊരു 20 മിനിറ്റ് നടത്തോളൂ. രാത്രി ആദ്യത്തെ ദിവസമായിട്ട് 9:30 മണിയായപ്പോൾ വിട്ടു. ഫസ്റ്റ് ഡേ നിങ്ങൾ പൊക്കോ. നാളെ അതും ആ ഇരുട്ടത്ത് 3 ട്രെയിനിൽ പിള്ളേരുണ്ട്. ഞങ്ങൾ 4 പേരുണ്ട്. 4 പേര് ഞങ്ങൾ 4 കാലത്ത് ഐലൻഡിലൊന്നും ആരും കാണൂല. ഇല്ല. ഞങ്ങൾ പയ്യെ അപ്പോൾ ഒരാൾ വഴി പരിചയമുള്ള ആൾ ഞങ്ങൾ കൂടെ വന്നു. അപ്പോൾ അവിടെ ഒരു കാസിനോ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കൂടെ വന്ന് ഇങ്ങനെ വന്ന് അവിടെ ഒരു സ്റ്റെല്ല മേരീസ് ചർച്ചുണ്ട്. സന്തുലതാരങ്ങളുടെ മാതാവ് എന്ന് പറയുന്ന മാതാവിൻ്റെ ഒരു പള്ളിയാണ്. അവിടെ മാതാവ് ഒരു കുരിശുപള്ളിയാണ്. അവിടെ വന്ന് ഞാൻ കൈകൂട്ടി. സത്യം പറഞ്ഞാൽ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. മാതാവ് ഇന്ന് ഒരു ദിവസം ആയതേ ഉള്ളൂ. ഇനി 149 ദിവസം കൂടെ കഴിഞ്ഞാലേ 5 മാസത്തെ ട്രെയിനിങ് പൂർത്തിയാകുള്ളൂ. അതൊന്ന് നടക്കാനൊരു ശക്തി തരണേ. കാരണം വീട്ടിൽ തിരിച്ചെല്ലാം പറ്റിയല്ല. കാര്യം അപ്പം പറഞ്ഞു ഡിഗ്രി വരെ തന്നെ ഞാൻ പഠിപ്പിച്ചു. ഇനി അടുത്തത് നീ ബാക്കി നിന്റെ കാര്യം നീ നോക്കാൻ നീ ബാധ്യസ്ഥനാണ്. അപ്പം അങ്ങനെ പറഞ്ഞു പിന്നെ എന്നാ ചെയ്യുന്നു, സർവൈവ് ചെയ്യാതിരിക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞ ആളാണ് ഞാൻ. ഒരു ദിവസം 149 ദിവസം കഴിഞ്ഞു പോണേന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ വീട്ടിൽ പട്ടിണി ഉണ്ടായിരുന്നില്ല നിങ്ങൾ തന്നെ പറഞ്ഞു. കപ്പയുണ്ടായിരുന്നു, റബ്ബർ ഉണ്ടായിരുന്നു. കപ്പയുണ്ട്, റബ്ബറുണ്ട്, വാഴക്കൊലയുണ്ട്, അങ്ങനെയുള്ള ഉണ്ടല്ലോ. അരി കാശ് കൊടുത്ത് മേടിക്കണം. അത് തന്നെ അരി ഇല്ലെങ്കിലും ജീവിക്കാൻ അറിയുകയും ചെയ്യും. ആ ഒരു പ്രശ്നമില്ല. ചേന, ചേമ്പ്, കാച്ചിൽ. ഇന്ന് പല വീടുകളിലുള്ള, ഞാനിപ്പോൾ ഒരുപാട് പിള്ളേരെ എംപ്ലോയ് ചെയ്യുന്നതാണ്, ഷെഫുകൾ. നമുക്ക് രണ്ടുപേർക്ക് ഈ കാര്യം എന്താണെന്ന് അറിയാം. ഞാൻ എന്നാലും ഒന്നുകൂടെ പറയട്ടെ, ഇന്ന് ഇതിലും ബുദ്ധിമുട്ടുള്ള വീട്ടിലെ കുട്ടികൾ, അതായത് വീടിന്റെ വാടക കൊടുക്കാൻ പോലും ഗതിയില്ലാത്ത വീട്ടിലെ കുട്ടികൾ, അവരെന്തുകൊണ്ടാണ് ഈ വക കഷ്ടപ്പാട് സഹിക്കാൻ തയ്യാറാവാതെ? നമ്മൾ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയും. പിന്നെ എല്ലാ മാതാപിതാക്കളും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ കഷ്ടപ്പെട്ട പോലെ എൻ്റെ മകൻ കഷ്ടപ്പെടരുത് എന്നൊരു ചിന്തിക്കരുത്. എന്നിട്ട് എന്നാ ചെയ്യും, ഇവർ ഈ സകല കഷ്ടപ്പാടും സഹിച്ചുകൊണ്ട് ഇവരെ മാക്സിമം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സുഖലോലുപരായിട്ട് വളർത്തും. വളരെ സിമ്പിളൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ ചെറുപ്പത്തിൽ 1 മാസത്തിൽ 1 ദിവസമുള്ളൂ വീട്ടിലിറച്ചി. ഞങ്ങളുടെയൊക്കെ വീട്ടിലും അത്രേ ഉള്ളൂ. 1 മാസത്തിൽ 1 ദിവസം, ഒരു ശനിയാഴ്ച പോയി മേടിക്കും, ശനിയും ഞായറും ഇറച്ചി. ബാക്കി എല്ലാ ദിവസവും മീൻ കാണും, ഉണക്കമീൻ കാണും, പച്ചമീൻ ഇങ്ങനെ കൊണ്ടുവരുന്നത് കാണാം. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ എൻ്റെ വീട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 325 ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ 300 ദിവസവും ഈ സാധനങ്ങൾ ലാവിഷായിട്ട് കാണും. അപ്പോൾ എൻ്റെ പിള്ളേർക്ക് എന്തിനോടെങ്കിലും കൊതിയുണ്ടോ? ഇല്ല. കളിക്കാൻ മൊബൈല്, കമ്പ്യൂട്ടർ. നമ്മൾ കമ്പ്യൂട്ടർ കാണുന്നത് 40 വയസ്സായപ്പോഴാണ്. ഒരു മൊബൈൽ കാണുന്നത് പണ്ട് നമ്മൾ വീട്ടിന്റെ പുറത്തോട്ട് ഇറങ്ങുന്നത് ചെരുപ്പിട്ടാലായി ഇല്ലെങ്കിലില്ല, ഒറ്റ ഓട്ടമാണ്. ചെരുപ്പൊക്കെ ഇന്നത്തെ പിള്ളേര് ബൈക്കിലല്ലാതെ നടക്കുകയില്ല. ഞാനൊക്കെ 10 പഠിക്കുമ്പോൾ വരെ ചെരുപ്പിടാതെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നു. 1.25 കിലോമീറ്റർ നടന്ന സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് എന്നാ പറ്റി, ഭൂമിയായിട്ട് ചേർന്ന് നിൽക്കുന്നത്, ആവശ്യത്തിനുള്ള മൂലകങ്ങൾ നമുക്ക് കാലിൻ്റെ ഉള്ളിലെ രോമകൂത്തുകൊണ്ട് നമുക്ക് ശരീരത്തിൽ കിട്ടും, ആരോഗ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഇത് ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തല്ല, മിക്കവാറും പിള്ളേർ ഇത് കാണില്ല. ഇവരെന്താണ്? അതല്ല, ആവശ്യക്കാര് ഇപ്പം നമ്മൾ 100% അടച്ചു പറയാൻ പാടില്ല. ഇവിടെ ട്രെയിനിങ്ങിന് വന്നിട്ട് ഒരു പ്രാവശ്യം പോലും ഞാൻ വഴക്ക് പറയാത്ത പിള്ളേരുണ്ട്. ഒരു പ്രാവശ്യം പോലും, അങ്ങനെ 1-2 പിള്ളേരുണ്ട്, ഒരു പ്രാവശ്യം പോലും എനിക്ക് അവരോട് മുഖം കത്ത് സംസാരിക്കേണ്ടി വരാത്ത. എന്നാൽ വരുന്ന ഫസ്റ്റ് ഡേ തുടങ്ങി പോകുന്ന അന്ന് വരെ വഴക്കുണ്ടാക്കേണ്ട പിള്ളേരുണ്ട്. അത് ആറ്റിറ്റ്യൂഡിൻ്റെ വിശേഷമാണ്. നമുക്കൊരാളെ എന്ത് വേണമെങ്കിലും പഠിപ്പിക്കാം, പക്ഷേ അവരുടെ ആറ്റിറ്റ്യൂഡ് അവർക്ക് പഠിപ്പിക്കുന്നതിനേക്കാളും അല്ല അവരുടെ ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വരുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി പണിയാൻ വരുന്നില്ല. അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കാസിനോ ഹോട്ടലിൽ ജോലി ചെയ്യുമ്പം അവിടുത്തെ 8 സീനിയർ ഷെഫ്മാരുടെ ഇടയ്ക്ക് ഞാൻ ഒരൊറ്റ ട്രെയിനിയേ ഉള്ളൂ. എല്ലാവരും വിളിക്കും, എല്ലാവരുടെയും പുറകെ നമ്മൾ ചെയ്തു കൊടുത്തേ മതിയാവും. ഇന്ന് അങ്ങനെയല്ല, 8 ഷെഫ്മാരുടെ ഇടയ്ക്ക് ഒരു ട്രെയിനിയേ ഉള്ളൂ. കാസിനോയിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? അത് അന്നത്തെ കാസിനോ എന്ന് പറഞ്ഞാൽ അടി നടക്കുന്ന സ്ഥലം. അന്നത്തെ കാസിനോ എന്ന് പറഞ്ഞാൽ ഏറ്റവും സീനിയർ ചേട്ടന്മാരാണ്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആസിഫ് അലി ഉണ്ടോ അവിടെ? ആസിഫ് അലി ഷെഫ് അന്ന് സൂഷെഫാണ്. ആസിഫ് അലി അന്ന് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് ഷെഫായിട്ട് ഞാൻ ആദ്യം ചെല്ലുമ്പോൾ MS ഷാജി എന്ന് പറയുന്ന ഷെഫ്, രണ്ടാമത് ഷെഫ് മുരുകയ്യ വന്നു. പിന്നെ ആ മുരുകയ്യ വരുന്ന സമയത്താണ് ഞാൻ ഗൾഫിൽ പോകുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് പിന്നെ ഞാനൊരു കുറച്ച് നാൾ കോണ്ടന്റിൽ പഠിക്കാൻ വേണ്ടി അവിടെ പോയി ചുമ്മാ കിച്ചണിൽ പോയി നിന്ന് അവിടെ പോയി ഒരു കോണ്ടന്റിൽ സ്പെഷ്യലൈസ് ചെയ്യണമെന്നൊരു ആഗ്രഹം കൊണ്ട് അവിടെ പോയി നിന്ന് അങ്ങനെ അവിടെ കുറേ കാലം അവിടെ അങ്ങനെ നിന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവർ പറഞ്ഞു ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ നിന്നു. പിന്നെ കുറച്ച് കാലം അവിടെ നിന്ന് അവർ ജർമ്മനിയിലെ പ്രോപ്പർട്ടിയിൽ
കണ്ടംപോട്ടിയാടിലെ സ്പൈസ് വില്ലേജിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അന്നത്തെ കൊച്ചിയിൽ ഏറ്റവും ഡിസയറബിൾ ആയിട്ടുള്ള സ്ഥലത്താണ് പണിയെടുത്തത്. അതെ. കാസിനോയും താജ്മഹലും. താജ്മഹൽ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന് താഴോട്ട് ചിന്തിക്കാൻ നമുക്ക് അന്ന് പറ്റിയല്ല. അന്ന് പോയി പിന്നെ പലയിടത്തും ചെറിയ ഹോട്ടലിൽ വിളിച്ചിരുന്നു പോലെ, കാരണം നമ്മൾ പഠിച്ചേക്കുന്ന നമ്മുടെ പൈസ അവിടെ, പിന്നെ അതിന് താഴോട്ട് പോകാൻ പറ്റിയല്ല. അപ്പം അതൊരു അന്നത്തെ ഒരു ദൈവാധീനം അങ്ങനെ കിട്ടിയത്. ഞാനൊക്കെ ഓർക്കുന്നുണ്ട് ഇന്നും താജ്മഹൽ എന്ന് ഫസ്റ്റ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരു വാക്ക് ചോദിച്ചാൽ പറയാൻ നമുക്ക് പേടിയാ, അറിയത്തില്ല. പക്ഷെ അന്നാളുടെ അവിടെ കിട്ടി. പിന്നെ കാസിനോയിൽ വന്നു, കാസിനോയിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കേൾക്കുന്നത്. താജിന്റെ ട്രെയിനിങ് ഉഷാറല്ലേ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ പറഞ്ഞ ഈ ട്രെയിനിങ് ഉഷാറാകുന്നത് എങ്ങനെയാണ്, സീനിയേഴ്സ് കൂടുതലാണ്. സീനിയേഴ്സ് കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് എന്നു വെച്ചാൽ ഈ സീനിയേഴ്സിനെല്ലാം നമ്മൾ പ്ലീസ് ചെയ്ത് നിർത്തിയാലേ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. ഇന്നത്തെ പോലെ നമ്മളൊരു ഇന്നിപ്പോൾ നമ്മൾ പിള്ളേരോട് പറയുക അത് ഇങ്ങനെയൊക്കെ ചെയ്യണം, അപ്പത്തിൻ്റെ മാവ് വരയ്ക്കുന്ന ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞാൽ അന്ന് അവരത് പറഞ്ഞു തരികയല്ല. കുറേ കാലം അരി കഴുകി നടന്ന് എന്തെങ്കിലും ഒരിക്കലും അവർക്ക് നേരമില്ലാത്തപ്പോൾ ഞാൻ ഒന്ന് ചെയ്യടാന്ന് പറഞ്ഞാൽ ചെയ്തു. ആ പറഞ്ഞാൽ ചെയ്തു. അതല്ല ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ വരുമ്പോഴേ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. അതായത് സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ പണ്ട് നമ്മൾ പണി പഠിക്കാൻ വേണ്ടി ചായയും വെള്ളവും പഞ്ചസാരയും പാലും എല്ലാം സെപ്പറേറ്റ് നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് മിക്സാക്കി എടുക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ ചായയായിട്ട് കൊടുക്കുന്നത്. സിമ്പിൾ. ഇന്ന് നമ്മൾ പേര് വരുമ്പോൾ ചായ, അന്ന് നമ്മൾ പറയും പാലെടുത്തോണ്ട് പോവാ, പഞ്ചസാര എടുത്തോണ്ട് പോവാ, ചായപ്പൊടി എടുത്തോണ്ട് പോവാ, വെള്ളം എടുത്തോണ്ട് പോവാ, പാത്രം എടുത്തോണ്ട് പോവാ. ഇന്നല്ല, ഇന്ന് നമ്മൾ ചായ ഗ്ലാസ്സിലാക്കി കൊടുക്കുക, കുടിച്ചോടാ. അതുകൊണ്ട് അതിന് വാല്യൂ ഇല്ല. ഇല്ല, അതാണ് അതിൻ്റെ റിയാലിറ്റി. അതായത് നമ്മളൊരു പണി വിഷമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പറയുന്നുണ്ട്, വിഷവിദ്യ വിഷമിച്ച് പഠിക്കണമെന്ന് പറയുന്നുണ്ട്. വിഷവിദ്യ വിഷമിച്ച് പഠിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വിഷമിച്ച് പഠിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഓർത്തിരിക്കുള്ളൂ. ഇന്ന് അങ്ങനെയൊന്നുമല്ല. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൊരു ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ് വരുമ്പോഴേ കണക്കൂട്ടുമ്പോൾ ഞാൻ അവരെ അവിടുന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ ഇവിടുന്ന് സാറന്മാരായിട്ടാണ് ചെല്ലുന്നതെന്നുള്ളതാണ്. ഇവിടെ വരുമ്പോൾ ഒരു ഉള്ളിയെ പിടിക്കാൻ അവർക്കറിയത്തില്ല, ഒരു ഉള്ളിയെ പിടിക്കാൻ അവർക്കറിയത്തില്ല. നിങ്ങൾ സാറന്മാരെ നിങ്ങൾക്ക് കഷ്ടപ്പാടൊന്നും ഇല്ല എന്നും പറഞ്ഞാൽ ഇവിടുന്ന്. അതല്ല, എന്തുകൊണ്ടാണ് പട്ടാളത്തിലെ ആൾക്കാർ സർവൈവ് ചെയ്യുന്നത്? എങ്ങനെയാണ്? അവർക്ക് ട്രെയിനിങ് അതുപോലെ കടുപ്പമുള്ളത് കൊണ്ട്. അത് അവരെ സോഫിസ്റ്റിക്കേറ്റഡ് വെച്ചാൽ അവർക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അത് തന്നെ അതിൻ്റെ കാര്യം അത് തന്നെയാണ്. അല്ല, ഞാൻ ആലോചിക്കാറുണ്ട്, റോഡ് സൈഡിൽ പോലീസുകാർ നിൽക്കാറില്ല ട്രാഫിക് നിയന്ത്രിക്കാൻ. 8 മണിക്കൂർ വെയിലത്ത് നിൽക്കും, നമ്മളെ കൊണ്ട് പറ്റൂ. അതായത് പണ്ട് പറയുന്നത് തീയിൽ കുരുത്ത വെയിലത്ത് വായില്ല. നമ്മുടെ സർക്കംസ്റ്റൻസസ് ആണ് നമ്മളെ സ്ട്രോങ് ആക്കുന്നത്. അതില്ലാതെ നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. നമ്മളെപ്പോഴും വളരെ ഇതായിട്ട് നമ്മൾ പറയല്ലേ, താങ്ങാൻ ആളുണ്ടെങ്കിൽ തളർച്ച കൂടുതലാണ്. കറക്റ്റ്. കുറച്ചു കാലം മുമ്പൊക്കെ ഹെഡ് ഷെഫോ അല്ലെങ്കിൽ ഹയറാർക്കി പ്രകാരം മുകളിലുള്ളവരോ ഒരു കാര്യം സ്ട്രോങ് ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞാൽ പിള്ളേര് അത് പേടിയോടെ കേൾക്കും. ഇന്നത്തെ കാലത്ത് അവർ തിരിച്ച് പറയുക. കാര്യം എന്തുകൊണ്ടാണ്? ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെയുണ്ട്. കാരണം ഇവിടെ നിന്ന് ഇറങ്ങിയാൽ അവൻ അടുത്തടുത്ത് പണി കിട്ടും. പിന്നെ പണ്ട് ഇങ്ങനെ ഒരു മൊബൈലോ ഒരു മീഡിയയോ ഒരു സപ്പോർട്ടോ ഒന്നുമില്ല. ഇൻഫർമേഷൻ ടെക്നോളജി സ്ട്രോങ് അല്ല. ഇന്നിപ്പോൾ അവൻ ഇവിടെ നിന്ന് വെച്ചാൽ പഞ്ചാബിലൊരു വേക്കൻസി ഉണ്ടെങ്കിൽ അവനറിയാം, അവന് പോകണമെങ്കിൽ അവൻ പോകും. മാത്രമല്ല ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വീട്ടിലിരുന്ന് പഠിക്കാം. ഏത് റെസിപ്പി നോക്കിയാലും യൂട്യൂബിൽ നോക്കി പഠിക്കാം. ഏത് സാധനം ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഷെഫ് ഇന്നത്തെ ദിവസം എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ല. അതിന് കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ വന്നാൽ താല്പര്യമുള്ളവനാണെങ്കിൽ ഇല തപ്പിപ്പോയി മത്തി വേണം ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ മത്തിപ്പുളിയിൽ നിന്ന് വേറൊരു TV ഇതിനകത്ത് കേട്ടതാണ്. അന്ന് തുടങ്ങി ഞാൻ അന്വേഷിക്കുകയാണ് ഈ സാധനം എന്താണ് മത്തിപ്പുളി. ഇപ്പം ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ അമ്മയോട് ചോദിച്ചു. ഇപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, വൈഫിനറിയാം, അവരൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ വൈകുന്നേരം ഇല പറിച്ച് തിന്നിട്ടുണ്ട്. ഒരു ചെറിയ പുളി പോലെയുള്ള ഒരു ചെറിയ തരിതരിപ്പുണ്ട്. അപ്പോൾ എന്നാലും ഇതപ്പോൾ ഞാൻ പറഞ്ഞു, നീ വീട്ടിൽ പോകുമ്പോൾ ഒരു ഇല കണ്ട് അത് പറിച്ചുകൊണ്ട് വരണം. അപ്പോൾ ഇപ്പോഴതില്ല. അപ്പോൾ ഇതിങ്ങനെ പിന്നെ ഞാൻ ഗൂഗിളിൽ നോക്കി. അന്നേരം പുളിവെണ്ട എന്ന് പറയുന്ന പുളിയുള്ളൊരു വെണ്ടക്കിച്ചെടി കണ്ട് അത് കണ്ടുപിടിച്ചു. അപ്പോൾ ഇനി ഇതാണോ? അതല്ല. കാര്യം അതിൻ്റെ ഇലയ്ക്ക് ഫ്ലേവറൊന്നുമില്ല, വെണ്ടയ്ക്കായി മാത്രമേ പുളിയുള്ളൂ. അപ്പം നമുക്കൊരു ആഗ്രഹം സൃഷ്ടിയുടെ മാതാവെന്ന് നമ്മുടെ നവോത്ഥാന കാലഘട്ടത്തെ കൊണ്ട് പറഞ്ഞില്ല. ഞാൻ കാസിനോയിൽ രണ്ടാമത് വരുമ്പോൾ എനിക്ക് 35 വയസ്സുണ്ട്. രണ്ടാമത് കൊണ്ടി ട്രെയിനിങ്ങിന് വരുമ്പോൾ അന്ന് എൻ്റെ ആശാനായിട്ട് അന്ന് ഞാൻ കൊണ്ടിൽ നിന്ന ആളാണ്. അന്നും അവിടെ കൊണ്ടിയിലുണ്ട്, പാലക്കാരാണ്, ജോർജ് എന്ന് പറയും. ഞാനെന്തോ കൊണ്ടിയിലൊരു തെറ്റ് കാണിച്ചപ്പോഴത്തേന് മികരം വന്ന് എൻ്റെ കയ്യെ പിടിച്ചിട്ട് പിച്ച് എനിക്ക് എനിക്ക് എന്നാ തോന്നി, എനിക്ക് നാണോ തോന്നുന്നു. ഞാൻ കാരണം ഞാനത് ചെയ്തല്ലോ എന്ന് പറയാം. ഞാനും പുള്ളിക്കാരനായിട്ട് 5 വയസ്സിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ 4 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. എനിക്ക് 35 വയസ്സുണ്ട്, പുള്ളിക്കാരൻ ട്രെയിനിങ് ഒന്നുമല്ല. അന്ന് എനിക്ക് 13 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ അപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു പേടിയുണ്ട്. എൻ്റെ ആശാന്റെ എടുത്തിരുന്നു ഞാൻ വൃത്തിയേട് കാണിച്ചല്ലോ. എന്നാലും ഞാനിത് ചെയ്യുന്ന ലെവലിലേക്ക് ഞാൻ കുറഞ്ഞു പോയല്ലോ. നിനക്ക് നാണമില്ലടാ. അത് വേദനിക്കുന്ന പോലെ ഒന്നും അല്ല പിടിക്കുന്നേ, ചുമ്മാ ഇങ്ങനെ നമ്മുടെ കൈയിലെടുത്തൊന്ന് പിടിക്കുന്നതുകൊണ്ട്. പക്ഷെ നമുക്ക് അന്നത്തെ അവരുടെ ആറ്റിറ്റ്യൂഡ് വേറെ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഞാൻ ട്രെയിനി ആയിട്ട് പണിയെടുത്ത സ്ഥലമാണ് കാസന.
രണ്ടാമത് ഞാൻ സാലറി മേടിക്കാതെയാണെങ്കിൽ പോലും ഞാൻ അവിടെ വന്നൊരു 10 മാസം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ആ ജോലി ചെയ്ത സമയത്താണ് ഞാൻ എൻ്റെ സീനിയേഴ്സിൻ്റെ സ്നേഹമൊക്കെ ഞാൻ അറിഞ്ഞത് അവിടെ വെച്ചിട്ട്. എന്നോട് അതായത് അന്ന് ട്രെയിനിങ് ആയിട്ട് നിന്നപ്പോൾ നമ്മളെല്ലാവരും പേടിച്ചാണ് നിന്നത്. പിന്നെ നമ്മൾ എന്ത് കാണുമ്പോൾ അവരോട് നമുക്ക് ബഹുമാനവും സ്നേഹവും പേടിക്കേണ്ട കാര്യമില്ല. ആദ്യകാലത്ത് ഇപ്പോൾ ചില ദിവസമൊക്കെ തിരക്കുള്ള ദിവസങ്ങളിൽ ഞാൻ കോണ്ടി കിച്ചണിൽ ഒറ്റയ്ക്കേ ഉള്ളെങ്കിൽ പാൻഡ്രിയിൽ നിന്ന് ഉണ്ടെങ്കിൽ ഉണ്ണിച്ചേട്ടൻ എന്ന് പറയുന്ന ആൾ ഇതാ കുടിക്കട ചായ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഒരു കപ്പ് ചായ എനിക്ക് കൊണ്ടുതരുന്നത്. അതൊക്കെ ഞാൻ അന്ന് ട്രെയിനിങ്ങിന് ചെല്ലുമ്പോൾ പുള്ളിക്കാരന് 30 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ്. പിന്നെ തിരിച്ചുമ്പോൾ ഒരു 10-50 കസിനോട് ആദ്യത്തെ ജോലിക്കാരനാണ് തരുവാറില്ല പുള്ളിക്കാരൻ ഒരു ചായ കുടിക്കും. ഇന്നിപ്പോൾ ഇപ്പം നിങ്ങളൊക്കെ പഴയ സ്കൂളിൽ പഠിച്ച ആൾക്കാർ, നിങ്ങൾ ആ ഒരു ലെവലിൽ തന്നെയായിരിക്കും നിങ്ങളുടെ പിള്ളേരെ കാണുന്നുണ്ടാവും. അതായത് സംസാരിക്കുമ്പോൾ റഫായാലും ഉള്ളിൽ സ്നേഹം വെച്ചുകൊണ്ടായിരിക്കും ഇത് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ജോലിയിലെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും അതിന് ഓൺ ദ സ്പോട്ടിൽ കൊടുക്കും. പിന്നെ വെച്ച് നീ പിന്നെ വിളിച്ച് പേപ്പറിൽ എഴുതി വെച്ചിട്ട് പിന്നെ വിളിച്ച് കഴിഞ്ഞിട്ട് അത് കാര്യമില്ല. കുറ്റമൊക്കെ ചെയ്ത് അന്നേരം ശിക്ഷയാണ്. അത് ഓൺ ദ സ്പോട്ടിൽ കൊടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെനിക്ക് എൻ്റെ മക്കൾ പോലെയാണ്. അല്ല, കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന വേണമെങ്കിൽ മീറ്റിംഗ് വിളിച്ച് നാളെ കൺഗ്രാജുലേറ്റ് ചെയ്യാം. അത് പ്രശ്നം കാണിച്ചു കൊടുക്കണം, അപ്പം കാണിച്ചു കൊടുക്കണം. എങ്കിലേ അതിന് സീരിയസ്നെസ് ഉണ്ടാവും. സീരിയസ് അല്ലാതെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ആൾക്കാരോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ തെറ്റ് ചെയ്തത് നമ്മൾ അവരെ അല്ല ചീത്ത പറയാം, അവർ ചെയ്ത തെറ്റിനെയാണ് ചീത്ത പറയാം. മാത്രമല്ല അവരത് ആവർത്തിക്കാതിരിക്കല് നമ്മുടെ ആവശ്യത്തിനെക്കാളും കൂടുതൽ അവരുടെ ആവശ്യമാണ്. ഇല്ലല്ല, ഈ ട്രെയിനിങ്ങിലൊക്കെ വന്ന് പഠിക്കുന്ന ആൾക്കാർ ഇപ്പം ഞാൻ പറയാം, എൻ്റെ അടുത്ത് ട്രെയിനിങ്ങിന് വരുന്ന പിള്ളേരെ ആദ്യം പഠിക്കുന്ന മര്യാദയ്ക്ക് ഉള്ളി അരിയാണ്. കനം കുറച്ച് അരിയണമെന്ന് പറഞ്ഞാൽ കനം കുറച്ച് തന്നെ ഞാൻ അരിയിപ്പിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അലക്കാട് കിച്ചണില്ലേ, കനം കുറച്ച് ഉള്ളി അരിഞ്ഞില്ല, ഒരു ഉള്ളിയുടെ കനം കൂടി കഴിഞ്ഞാൽ അത്രയും നേരമായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. മാത്രമല്ല വെള്ളച്ചൊവ്വയൊക്കെ ഇപ്പോഴും എൻ്റെ ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട് 15 കിലോ പീൽഡ് ഷാലറ്റ്സ്. 15 കിലോ വറുത്തത് വേറെ, ഞാൻ കോംപ്രമൈസ് ഇല്ല. തേങ്ങാപ്പാൽ, ഫ്രഷ് തേങ്ങാപ്പാലല്ലാതെ ഒരു കറിക്ക് തേങ്ങാപ്പാൽ പൊടിയുടെ പരിപാടിയൊന്നുമില്ല. കറി കൂട്ടി നോക്കി കഴിയുമ്പോൾ അറിയാം. അത് ശരിയാ. അത് കോംപ്രമൈസ് ചെയ്യല. അപ്പൊ ഈ പിള്ളേർക്ക് പ്രാന്താവില്ല. പിള്ളേർ വിചാരിക്കില്ല ഇയാൾ എന്ത് മനുഷ്യനാണ്, മനുഷ്യന് സ്വൈര്യം തരൂലെന്ന് വിചാരിക്കില്ല. അതെന്നല്ലോ ആദ്യം തുടങ്ങിയ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല. കറക്റ്റ്. ഇത് കസാവ തുടങ്ങിയ കാലം മുതലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ ഉള്ള ഒരു ദിവസം പോലും ഈ 6.5 കൊല്ലത്തിനിടയ്ക്ക് എൻ്റെ കൺമുന്നിൽ എനിക്ക് സംശയം തന്നെ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇമാര് പുറകിൽ നിന്ന് എടുത്തോണ്ട് ഒരു തേങ്ങാപ്പാൽ, അത് തേങ്ങ ഞങ്ങൾ പാലെടുക്കുന്ന എങ്ങനെ കഴിഞ്ഞാൽ ഒരുമിച്ച് എടുത്ത് വെക്കല, കേടായിപ്പോയി. തേങ്ങ ചിരണ്ടി വെക്കും, ഫ്രിഡ്ജ് വെച്ചാലും പാല് കറക്റ്റായിട്ട് കിട്ടിയാൽ. തേങ്ങ അത്യാവശ്യം ചിരണ്ടും, ഒരു 15 എണ്ണം. 15 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഒരു 1.25 ലിറ്റർ പാല് കിട്ടും. അതേ ഉള്ളൂ കറക്റ്റ് പാല്. ആ 15 കഴിയുമ്പോഴത്തേക്കും പകുതി ആകുമ്പോഴത്തേനും അടുത്ത മെസ്സേജ് കൊടുക്കും, തേങ്ങ ചിരണ്ടിക്കും തേങ്ങാപ്പാൽ തീരാറായി. ഇന്നലെ ഇപ്പോൾ തേങ്ങാപ്പാൽ പെട്ടെന്ന് തീർന്നു പോയി. ഞാൻ ആ ഓർഡർ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അതായത് 12 ഗസ്റ്റ് ഒരു ടേബിളെ വന്നിരുന്ന് വെച്ചിട്ട് അവർക്ക് 7 കറിയുണ്ട്. ആ 7 കറിയിൽ 6 കറി അടിച്ചു. അവസാനത്തെ ചുട്ടകോഴി ചാപ്സ് അടിക്കാൻ തേങ്ങാപ്പാലില്ല. തേങ്ങാപ്പാൽ എടുത്ത് ബാക്കി ഓർഡർ എടുത്ത് ഞാൻ തേങ്ങാപ്പാൽ ആകുമ്പം വരെ ഞാൻ വെയിറ്റ് ചെയ്തു. ഗസ്റ്റിൻ്റെ അടുത്ത് ഞാൻ അപ്പോളജൈസ് ചെയ്യും. തേങ്ങാപ്പാൽ തീർന്നു പോയി, അതെടുക്കുന്ന സമയം കൂടെ വേണം. പക്ഷെ എന്നാലും തട്ടിപ്പില്ല. ഇല്ല, അത് ചെയ്യാല്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം ഞാനത് ചെയ്താൽ എൻ്റെ ആറ്റിറ്റ്യൂഡ് ഒന്നും മാറും. അതാണ്. അത് മുമ്പ് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഈ മോഷണമുണ്ടല്ലോ, കക്കുക, അത് 1 കോടി രൂപ കക്കുന്നതും 1 രൂപ കക്കുന്നതും ഒന്നാണ്. പക്ഷെ ഒരിക്കൽ ചെയ്താൽ നമ്മൾ പിന്നെ ചെയ്തു പോകും. ഇനിയിപ്പോൾ പിള്ളേർക്കറിയാം, തേങ്ങാപ്പാൽ പൊടി കലക്കാൻ നിന്ന ഷെഫ് പറപ്പിക്കും. അപ്പോൾ ഈ പൊടി കലക്കാത്ത ടീമിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ദുബായിൽ ഒരുത്തൻ ഒരു കയ്യില് പാൻ ഇരിക്കുക, ആ തേങ്ങാപ്പാൽ പൊടി പാനിലേക്ക് ഇടുക, കലക്കിയിട്ടല്ല ഡയറക്റ്റ്. അത് ഞാൻ പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് നമുക്കിപ്പം ഒരു ഇന്ത്യ സുരക്ഷ ഉണ്ടാകാത്തത്? എന്തുകൊണ്ടാണ്? ഇന്ത്യ സുരക്ഷയുടെ വീട്ടിൽ നല്ല കഴിവുള്ള ഷെഫ്മാരില്ലേ, അതിനേക്കാളും വലിയ കഴിവ്. എന്തുകൊണ്ടാണ് ഉണ്ടാക്കാത്തത്? അവർ ഭക്ഷണം പാരമ്പര്യമായ രീതിയിൽ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഉണ്ടാകാത്തത്. നമ്മൾ കൊമേഴ്സ്യലായപ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് പാരമ്പര്യത്തിൽ നിന്ന് വിട്ടു. എന്തുകൊണ്ടാണ്? വേറെ കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുമ്പോഴും പാരമ്പര്യത്തിൽ വിടാതെ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ ബലം പിടിക്കും. ഈ പറയുന്ന മാലപ്പം കറണ്ട് പോകരുത് കിച്ചണിൽ, അടി കിട്ടും ചിലപ്പോൾ. കാരണം നമ്മൾ ബലം പിടിക്കുമ്പോൾ ഇതിപ്പം ചിലപ്പോൾ ചിലർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഗരം മസാല പൊടിച്ചേ എടുക്കുള്ളൂ, കുരുമുളക് പൊടി പൊടിച്ചേ എടുക്കുള്ളൂ, പെരിഞ്ചീരക പൊടി പൊടിച്ചേ എടുക്കുള്ളൂ. അപ്പം നമുക്കത് വേണം. ഈയിടെ എൻ്റെ ഒരു പയ്യൻ, ഒരു ജ്യൂസ് മേക്കർ, അവൻ എഴുതി വെച്ചിരിക്കുക പർച്ചേസ് ലിസ്റ്റിൽ ഏലക്കാപ്പൊടിയും. ഞാൻ പറഞ്ഞു, അതെന്താടാ നിന്റെ കയ്യിൽ 3 മിക്സിയുണ്ട്, നിനക്ക് ഏലക്കയുണ്ട്, ഇത് പൊടിച്ചാൽ പോരെ? ഇച്ചിരി ഷുഗർ ഇട്ട് പൊടിച്ചാൽ മതി. ഇച്ചിരി ഷുഗർ ഇട്ട് പൊടിച്ചു കഴിഞ്ഞാൽ ഒന്ന് കറക്കിയാൽ പൊടിഞ്ഞ് കിട്ടും. പക്ഷേ അത് കഴിയാണ്. ഇത് തിരിച്ചാൽ മതി, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതാണ് പ്രശ്നം. ഭയങ്കരമല്ലേ ഇത്?
കാലം മാറിയതുകൊണ്ടാണ് അത്. എന്തുകൊണ്ടാണ് അത്രയും നേരം കൂടെ മൊബൈൽ നോക്കാൻ പറ്റും? പക്ഷെ അത് നല്ല പയ്യനാട്ടോ. അതെന്താ വെച്ചാൽ ഈ ട്രെയിനിങ്ങിൻ്റെയും കൂടെ പ്രോബ്ലമാണ്. ഇങ്ങനെ ട്രെയിൻ ചെയ്ത് എടുക്കണം. എൻ്റെ കൂടെ നിൽക്കുന്ന പിള്ളേർ, എൻ്റെ കൂടെ നിന്ന് ജോലി എടുക്കുന്ന പിള്ളേർ എവിടെ ചെന്നാലും സർവൈവ് ചെയ്യും. ഈ ചില മോന്തായം വളഞ്ഞ 64 മടയെന്ന് പറയുന്നത് ഇപ്പൊ ഇങ്ങനെയല്ല ട്രെയിൻ ചെയ്യുന്നതെന്ന് വെച്ചോ. ഇപ്പൊ ഒരു ഉടായ്പ മനുഷ്യനാണ് ട്രെയിൻ ചെയ്യുന്നതെങ്കിൽ എല്ലാത്തിൻ്റെയും കാര്യം പോക്കാണ്. അത് ഞാൻ പറയാം. ഇപ്പോൾ ബാങ്കോട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനകത്തും ഫ്രഷ് കോക്കനട്ട് പേസ്റ്റാണ് ചേർക്കുന്നത്. ഒന്നിനകത്തും പൊടി കലക്കാൻ. ഫിഷ് മൊയിലാണെന്നുണ്ടെങ്കിൽ പാല് തന്നെ എടുത്തുണ്ടാക്കും. മപ്പാസ് ആണെങ്കിലും കുറുമായാണെങ്കിലും പിന്നെ ഫിഷ് കറി ആണെന്ന് പറഞ്ഞാൽ എല്ലാത്തിനകത്തും പേസ്റ്റ്, ഫ്രഷ് പേസ്റ്റ്, ഫ്രഷ് അല്ലാതെ കൊടുക്കുക. പക്ഷെ ഇപ്പോൾ സ്റ്റാഫ് കൂടുതൽ വേണ്ടി വരില്ല. കസാവയിൽ ആകെ ഒരു ദിവസം കഴിക്കാൻ വരുന്നത് നോർമലായിട്ട് വരുന്ന 30 പേര് 35 പേരൊക്കെ കഴിക്കാൻ വരുള്ളൂ. ഈ 35 പേര് വരുന്നതിന് ഞങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 8 സ്റ്റാഫ് കിച്ചണിൽ പണിയെടുക്കുന്നുണ്ട്. ഒരാളുടെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് തേങ്ങാപ്പാലെടുക്കൽ. വൈകുന്നേരം തുടങ്ങി അവന് 6:30 ആകുമ്പോൾ ആദ്യത്തെ തേങ്ങ ചിരണ്ടി കഴിഞ്ഞാൽ തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ആ ഒരു പണി കൊണ്ട് തന്നെ നിൽക്കാനേ വല്ല അവിടെ നിന്ന് ഇതുകൊണ്ടേ വെക്കുക, വല്ല സാധനം അപ്പുറം എടുത്ത് ഇപ്പുറം തരിക. ഇതൊക്കെ അവൻ്റെ തട്ടിപ്പ് ഒരിക്കലും ചെയ്യും. ഭക്ഷണത്തിനകത്ത് തട്ടിപ്പ് പാടില്ല. പോട്ടെ, അതിനകത്ത് കറക്റ്റ് പറയുന്നത് നമ്മൾ തട്ടിപ്പ് കാണിച്ചാൽ കഴിക്കുന്നവർക്ക് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും. അതായത് ചാന്തോക്യോപനിഷത്തിൽ പറയുന്നുണ്ട് അന്നഗുണ സൗമ്യ മനഃ എന്ന് പറയുന്നത്. സത്വഗുണപ്രധാനമായ അതിൻ്റെ അത്രയേ ഉള്ളൂ അർത്ഥം. സത്വഗുണപ്രധാനമായ മനസ്സിന് നല്ല ഭക്ഷണം വേണം. ഭക്ഷണം സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇങ്ങനെ 3 പറയുന്നത്. സത്വഗുണപ്രധാനമാണ് നമ്മൾ ഏറ്റവും പറയുന്നത്. ഏറ്റവും കാം ആൻഡ് ക്വൈറ്റ്, ജെനുവിൻ, ജെന്റിൽ എന്ന് പറയുന്നത് സത്വഗുണപ്രധാനമായ മനസ്സിന് നല്ല ഭക്ഷണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ഭക്ഷണത്തിന് ഇതിന്റെ ബാക്കിയാണ്. പക്ഷെ ഡയറക്റ്റ് ബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് 50 രൂപയ്ക്ക് റോഡ് സൈഡിൽ ബിരിയാണി വെക്കാൻ പറ്റില്ല? ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ദിവസം കണ്ടായിരുന്നു, ഒരു വേസ്റ്റ് കുറ്റിയിൽ നിന്ന് കോഴി എടുക്കുന്നത് കണ്ടായിരുന്നു. അത് വേസ്റ്റ് കുറ്റിയിൽ നിന്ന് ഇങ്ങനെയാണ് 50 രൂപയ്ക്ക് ബിരിയാണിക്കകത്തായാലും 6 എൻ്റെ വാട്സപ്പിൽ കിടപ്പണം, ഞാൻ അയച്ചു തരാം. 50 രൂപയ്ക്ക് എത്ര ബിരിയാണി വെക്കുന്നത്? 50 അത് റിയൽ സാധനമല്ല. നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. വളരെ സിമ്പിൾ ഒരു ലോജിക്കാണ്. അപ്പോൾ ഏറ്റവും ഇപ്പം 100 രൂപയ്ക്ക് നമുക്ക് ചിക്കൻ ഹോൾ കിട്ടുമെന്ന് കൂട്ടിക്കും. ഇപ്പോൾ ചിക്കൻ കുറച്ച് വില കുറവാണ്. 100 രൂപ ഏറ്റവും കുറഞ്ഞ വില. 1 കിലോ ചിക്കൻ മേടിച്ചാൽ അതിൻ്റെ വേസ്റ്റും പപ്പും തുത്തും എല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 600-650 ഗ്രാമാണ്. അപ്പം 650 ഗ്രാമിന് 100 രൂപ വിലയായി. ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു കൊല്ലം നോക്കി കഴിഞ്ഞാൽ 100 രൂപ വില കാണും. ഇല്ലേ? അപ്പോൾ 650 ഗ്രാമിന് 100 രൂപ വിലയായി. 650 കഴുത്തങ്ങ് പോയി എന്ന് കൂട്ടിക്കും. പിന്നെ അത് 550 ഗ്രാമായിട്ട് ചെയ്തു. 550 ഗ്രാമിന് ഒരു കിലോയ്ക്ക് ഏകദേശം 200 രൂപയോളം വില വന്നു. ഇല്ലേ? 200 വില വന്നത് 100 ഗ്രാമിന്. അതായത് ഇപ്പം 1 കിലോ മീറ്റ് സുഗുണം ഇപ്പൊ വിറ്റോണ്ടിരിക്കുന്നത് 190-ക്കാണ്. അപ്പം 200 രൂപ നമുക്ക് വില വന്നു വരും. 200 രൂപ വില വരുമ്പം 200 ഗ്രാമിൻ്റെ 100 ഗ്രാമിൻ്റെ 2 പീസ് വേണം ഒരു ബിരിയാണിക്കകത്ത്. ഒരു പീസ് ബിരിയാണി ആണെങ്കിൽ ഒരു പീസ് ബിരിയാണി കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ സമ്മതിക്കില്ലല്ലോ. 2 പീസ് വേണം. അതായത് 100 ഗ്രാമിൻ്റെ 100 ഗ്രാം എന്ന് പറഞ്ഞാൽ ആകെ ഇത്രയേ ഉള്ളൂ. ഒരു ഡ്രം സ്റ്റിക്കിൻ്റെ ഇതേ വരുന്നത്. അങ്ങനെ 2 പീസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ 40 രൂപ ചിലവായി. 20-40 രൂപ. ഏറ്റവും വില കുറഞ്ഞ റൈസ് മേടിക്കുകയാണെങ്കിലും 1 കിലോ റൈസിന് 70 രൂപ കൊടുക്കണം. 100 ഗ്രാം റൈസ് വേണ്ടേ? 47 രൂപയായി. 100 മതിയാവില്ല. ഏറ്റവും കുറഞ്ഞു കുടിച്ചു. നമ്മൾ 1 കിലോ റൈസ് കൊണ്ട് 10 പേർക്ക് കൊടുക്കുന്നു. നമ്മൾ 6 പേരുടെ കണക്ക് മുമ്പേ പറഞ്ഞാൽ ഇതിൽ ചിക്കൻ ഇത്തിരി കുറഞ്ഞാലും റൈസ് കൂടുകയുള്ളൂ ഈ ബിരിയാണി. അപ്പം എന്നാൽ പോലും അപ്പം നമ്മൾ കൂട്ടിക്കും 7 4 11 രൂപയുടെ റൈസായി. അപ്പം തന്നെ 51 രൂപയായി. 40 10 51 രൂപയായി. പിന്നെ ഇതിലുള്ള മസാല വേണം, മറ്റേത് വേണം, ഇത് വേണം. അപ്പോൾ ഒരു പീസ് ചിക്കൻ ഒഴിവാക്കിയാൽ തന്നെ എണ്ണ, മസാല, ചിക്കൻ, അരി എല്ലാം കൂടെ 40 രൂപ മിനിമം വേണമല്ലോ. വേണം. പിന്നെ അത് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്ത് ഗ്യാസ് വേണ്ടേ? അധ്വാനം വേണ്ടേ? പണിക്കൂലി വേണ്ടേ? ഇത് വഴി കൊണ്ടുവന്ന് വിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് വണ്ടിയെ കൊണ്ടുവരണ്ടേ? പാഴ്സൽ കണ്ടെയ്നർ വേണ്ടേ? പാഴ്സൽ കണ്ടെയ്നർ എന്താ വില? ഒരു പാഴ്സൽ കണ്ടെയ്നർ പറഞ്ഞാൽ 8 രൂപ കൊടുക്കണം. സ്റ്റീലിൻ്റെ എടുക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 8 രൂപ. അതാണ് പറഞ്ഞത്. ഇപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ പറയല്ലേ ചത്തുപോയ കോഴിയോ അല്ലെങ്കിൽ സമയം കഴിവുന്ന നാരുകോഴി, ചകിരിക്കോഴി എന്നൊക്കെ പറയുന്നത് നാര് പോലെ ആയതോ, ആർക്കും വേണ്ടാത്ത സാധനങ്ങൾ, മുസ്നാമി ഇറച്ചി എന്നൊക്കെ പറയല്ലേ, അങ്ങനെ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. അതായിരിക്കും. പക്ഷേ ഇത് മേടിക്കുന്നവർക്ക് പ്രശ്നം തന്നെ. അവർ അന്നേരത്തെ ഒരൊറ്റ കൺസെപ്റ്റ് ഉള്ളൂ, എനിക്ക് കുറഞ്ഞ പൈസയ്ക്ക് വയറെന്ന് അറിയണം. ഇപ്പോൾ ഷെഫ് ഇപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിൽ ഈ റെസ്റ്റോറൻറ്റ് ഹെഡ് ഷെഫാണ്. പക്ഷെ എന്നാലും ജീവിതത്തിലൊരു സാധാരണക്കാരനാണല്ലേ? അതെ.
അപ്പോൾ ഇപ്പോൾ ഷെഫ് പറയുന്നത് കേൾക്കുമ്പോൾ ചില ആളുകൾ വിചാരിക്കും അയാൾ 5 സ്റ്റാർ ഹോട്ടലിലെ ആളായതുകൊണ്ട് ഇത് പറയുന്നത്. ഞാൻ 5 സ്റ്റാർ ഹോട്ടലിലല്ലേ ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ മേടിക്കുന്ന സാധാരണ വൃന്ദാവൻ പോലെയുള്ള സ്ഥലത്തുനിന്നോ അങ്ങനെയുള്ള സ്ഥലത്തുനിന്നൊക്കെ അല്ലേ ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. മസാല ദോശയാണ് നമ്മൾ കഴിക്കുന്നത്.